ഇസ്ലാം എന്നും ശാസ്ത്രത്തെ പ്രോത്സാഹിപ്പിച്ച മതമാണ്. ക്രിസ്തു മതമാണ് ശാസ്ത്രജ്ഞരെ പീഡിപ്പിച്ചതും ശാസ്ത്രത്തെ നിരാകരിച്ചതുമായ പിന്തിരിപ്പൻ മതം. മോഡേൺ സയൻസിന്റെ ആവിർഭാവം ക്രിസ്ത്യൻ യൂറോപ്പിൽ നിന്നുമാണ്. ഇസ്ലാം മതമാണ് ശാസ്ത്രത്തെ വളർത്തിയതെങ്കിൽ ആധുനിക ശാസ്ത്രത്തിന് രൂപം കൊടുത്ത ഈ വിപ്ലവകരമായ ശാസ്ത്രീയ വളർച്ച ഇസ്ലാമിക രാജ്യങ്ങളിൽ സംഭവിക്കണമായിരുന്നു. എന്തുകൊണ്ട് ആധുനിക ശാസ്ത്രം ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ നിന്നോ അറബ് രാഷ്ട്രങ്ങളിൽ നിന്നോ ഉരുത്തിരിഞ്ഞു വന്നില്ല? എന്തുകൊണ്ട് ചൈന പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നും ഈ മോഡേൺ സയൻസ് ആവിർഭവിച്ചില്ല? ആധുനിക ശാസ്ത്രം രൂപം കൊള്ളുന്ന ക്രിസ്ത്യൻ യൂറോപ്പിലാണ്, വെസ്റ്റേൺ യൂണിവേഴ്സിറ്റികളിലാണ്. ക്രൈസ്തവർ സ്ഥാപിച്ച പാശ്ചാത്യ യൂണിവേഴ്സിറ്റികളിൽ നിന്നുമാണ് ആധുനിക ശാസ്ത്രം പിറവിയെടുക്കുന്നത്. ആധുനിക ശാസ്ത്രം ലോകത്തിന് ക്രൈസ്തവരുടെ സംഭാവനയാണ്. യഥാർത്ഥത്തിൽ ശാസ്ത്രത്തിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും വലിയ പങ്ക് അവകാശപ്പെടാൻ സാധിക്കുന്നത് ക്രൈസ്തവ സഭയ്ക്കാണ്. ലോകത്തെ ആദ്യത്തെ എല്ലാ യൂണിവേഴ്സിറ്റികളും തന്നെ സ്ഥാപിച്ചത് ക്രിസ്ത്യൻ സഭയാണ്. 18ാം നൂറ്റാണ്ടോടുകൂടി ജർമ്മനിയിലെ യൂണിവേഴ്സിറ്റി ഗോട്ടിഗൻ പോലെയുള്ള യൂണിവേഴ്സിറ്റികളിലൂടെയാണ് ആദ്യത്തെ സെക്യുലർ സംരംഭങ്ങൾ ആരംഭിക്കുന്നത്. ശാസ്ത്രത്തിന് മുസ്ലിങ്ങൾ യാതൊരു സംഭാവനയും നൽകിയിട്ടില്ല എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്. തീർച്ചയായും ഇസ്ലാമിക ലോകത്തെ ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ അക്കാലത്ത് നടന്നിരുന്നു. അതിന് ഞാൻ ഒരിടത്തും എതിർക്കുന്നില്ല. ആധുനിക ശാസ്ത്രം എന്നുള്ളത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ബോർഡ് ഗെയിമാണ്. കാരണം ശാസ്ത്ര പഠനത്തിലെ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നതും ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സാങ്കേതിക മുന്നേറ്റങ്ങൾക്ക് അടിത്തറ പാകിയതും ഈ മോഡേൺ സയൻസ് ആണ്. ആധുനിക ശാസ്ത്രം ആവിർഭവിക്കുന്നത് ഇസ്ലാമിക ലോകത്തൊന്നുമല്ല, മറിച്ച് അതിൻ്റെ ആവിർഭാവം പാശ്ചാത്യ യൂണിവേഴ്സിറ്റികളിൽ നിന്നുമാണ്, ക്രിസ്ത്യൻ യൂറോപ്പിൽ നിന്നുമാണ്. വ്യക്തിപരമായ ചില പഠനങ്ങൾ പലയിടത്തും നടന്നിട്ടുണ്ടാവും. പക്ഷേ ശാസ്ത്രത്തെ മാറ്റിമറിച്ച മോഡേൺ സയൻസ് എന്ന ശാസ്ത്ര വിപ്ലവം പാശ്ചാത്യ ക്രൈസ്തവ ലോകത്തിൻ്റെ മാത്രം സംഭാവനയാണ്. അൽ അസ്ഹർ പോലെയുള്ള ചില യൂണിവേഴ്സിറ്റികൾ ഇസ്ലാമിക ലോകത്തുണ്ടായിരുന്നു എന്നൊരു അവകാശവാദം നിങ്ങൾ പലപ്പോഴും ഉന്നയിക്കാറുണ്ട്. എന്നാൽ അവയൊക്കെ വെറും മതപഠനശാലകൾ, മദ്രസകൾ മാത്രമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. 19ഉം 20ഉം നൂറ്റാണ്ടുകളിൽ ഇസ്ലാമിക ലോകത്തെ ഇത്തരം സ്ഥാപനങ്ങൾ ആധുനികവൽക്കരിക്കപ്പെടുന്നതും പൂർണ്ണമായും ആധുനിക ശാസ്ത്രത്തിന് അനുസൃതമായി മാറുന്നതും പാശ്ചാത്യ ക്രൈസ്തവ യൂണിവേഴ്സിറ്റികൾ നിർമ്മിച്ചു വെച്ച ആ കരിക്കുലവും ശാസ്ത്രശാഖകളും അതേപടി പകർത്തിക്കൊണ്ടാണ്. ഉദാഹരണത്തിന് 1000-ലധികം വർഷത്തെ ചരിത്രമുള്ള അൽ അസ്ഹർ ഒരു ആധുനിക സർവകലാശാലയെ പുനഃസംഘടിപ്പിക്കപ്പെടുന്നത് 1961 മാത്രമാണ്. അന്ന് ഈജിപ്ഷ്യൻ ഗവൺമെന്റ് മുൻകൈയെടുത്ത് അവിടെ മെഡിസിൻ, എഞ്ചിനീയറിംഗ് തുടങ്ങിയ മോഡേൺ സയൻസ് ഫാക്കൽറ്റികൾ ആരംഭിക്കുകയും പാശ്ചാത്യ മാതൃക സ്വീകരിക്കുകയും ചെയ്തപ്പോഴാണ് അവരിലേക്ക് ആധുനിക ശാസ്ത്രം ചെന്നെത്തുന്നത്. അതായത് ആധുനിക ശാസ്ത്രത്തിന്റെ വഴിയിലേക്ക് പിന്നീട് വന്നു ചേരുകയായിരുന്നു ഇവരൊക്കെ ചെയ്തത്. അതുകൊണ്ട് മദ്രസകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മോഡേൺ സയൻസ് എന്ന വിപ്ലവം പാശ്ചാത്യ ക്രൈസ്തവ ലോകത്തിന്റെ സംഭാവനയാണ്. ക്രൈസ്തവ സഭകൾ സ്ഥാപിച്ച യൂണിവേഴ്സിറ്റികളിലാണ് ഇതൊക്കെ ഉരുത്തിരിഞ്ഞത് എന്ന സത്യത്തെ, ചരിത്ര സത്യത്തെ നിങ്ങൾക്ക് ഒരിക്കലും മറച്ചു വെക്കാൻ കഴിയില്ല. ക്രൈസ്തവ സഭകൾ സ്ഥാപിച്ച ഈ യൂണിവേഴ്സിറ്റികളിലാണ് മോഡേൺ മെഡിസിനും മോഡേൺ സയൻസും പിറവിയെടുക്കുന്നത്. നമ്മൾ ഇന്നും ഉപയോഗിക്കുന്ന വോൾട്ടും ആമ്പും ഒക്കെ ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത്? അടിയുറച്ച കത്തോലിക്കരുടെ പേരുകളാണ് അതൊക്കെ. മനുഷ്യരാശിയുടെ ചരിത്രത്തെ മാറ്റിമറിച്ച അച്ചടി യന്ത്രത്തിന്റെ ആവിർഭാവം എവിടെ നിന്നാണ്? അതും ക്രൈസ്തവ ലോകത്ത് നിന്നാണ്. ജെനറ്റിക്സിന്റെ പിതാവ് കത്തോലിക്ക പുരോഹിതനായ ഗ്രിഗർ മെൻഡലാണ്. ബിഗ് ബാങ് തിയറി കണ്ടുപിടിച്ചത് കത്തോലിക്ക പുരോഹിതനായ ജോർജ് ലമേത്രയാണ്. ജിയോളജിയുടെ പിതാവായിട്ടുള്ള നിക്കോളസ് ടെനോ ഒരു കത്തോലിക്ക പുരോഹിതനായിരുന്നു, ബിഷപ്പായിരുന്നു. ഇപ്പോൾ അദ്ദേഹം വിശുദ്ധ പദവിയിലേക്കുള്ള ബ്ലെസ്ഡ് പദവിയിലാണുള്ളത്. ഫോസിലുകൾ പുരാതന ജീവികളുടെ അവശിഷ്ടങ്ങളാണെന്ന് തെളിയിച്ചത് അദ്ദേഹമാണ്. അങ്ങനെ ക്രൈസ്തവ സഭകൾ അടിത്തറയിട്ട് പടുതുയർത്തിയ മോഡേൺ സയൻസിന് മുകളിൽ നിന്നുകൊണ്ട് നിങ്ങൾ പറയുന്നത് ക്രൈസ്തവ സഭ ശാസ്ത്രവിരുദ്ധമാണെന്ന്. ഭാരതത്തിൽ ചരിത്രാതീത കാലം മുതൽ തന്നെ വളരെയേറെ ശാസ്ത്രീയ ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട്. വിമാനം പോലും യൂറോപ്യന്മാർ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. ഓ ബോയ്, സംഖ്യ ഫലിതങ്ങൾ എന്നതിനപ്പുറത്തേക്ക് ഇതിലൊന്നുമില്ല. ആര്യഭടനെ പോലെയുള്ള പ്രതിഭകൾ ഭാരതീയ ശാസ്ത്രത്തിന് സംഭാവനകൾ നൽകിയിട്ടില്ലെന്നോ ലോകത്ത് മറ്റൊരിടത്തും ശാസ്ത്രീയ ഗവേഷണം നടത്തിയിട്ടില്ലെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെ ആധുനിക ശാസ്ത്രം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. ഇറ്റ്സ് എ ഡിഫറെന്റ് ബോർഡ് ഗെയിം. ആധുനിക ശാസ്ത്രം രൂപം കൊള്ളുന്നത് ക്രൈസ്തവ യൂണിവേഴ്സിറ്റികളിൽ നിന്നും മാത്രമാണ്. ആധുനിക ശാസ്ത്രം ലോകത്തിന് ക്രൈസ്തവരുടെ സംഭാവനയാണ്. മറ്റാർക്കും, യുക്തിവാദികൾക്കോ ദാവാക്കാർക്കോ സംഖ്യകൾക്കോ ഒന്നും അതിൽ പ്രത്യേകിച്ച് ഒന്നും അവകാശവാദം ഉന്നയിക്കാനില്ല.